ഇന്നത്തെ ഈ ദിവ്യമായ പ്രപഞ്ച സന്ദേശം ഈ നിമിഷത്തിൽ നിങ്ങളുടെ കാതുകളിൽ എത്തുന്നുവെങ്കിൽ അതിൻ്റെ ഒരേയൊരു അർത്ഥം പ്രപഞ്ചം നിങ്ങളെ മാത്രം പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. ഈ അപൂർവ സന്ദേശം കേൾക്കാൻ സാധിച്ചത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പ്രപഞ്ചത്തിന് നിങ്ങളോട് പറയാനുള്ള ആ പരമമായ രഹസ്യം ഇതാണ്. എൻ്റെ പ്രിയപ്പെട്ടവനെ, വരുന്ന ഈ ദിനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത പൊൻദിനങ്ങളായി മാറും. നിങ്ങൾക്ക് ഏറ്റവും മികച്ച അനുഭവങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ കാലങ്ങളായി ആഗ്രഹിച്ച വലിയ വലിയ ലക്ഷ്യങ്ങൾ ഒന്നൊന്നായി കൈപ്പിടിയിലൊതുക്കും. നിങ്ങളുടെ ആയുസ് മുഴുവൻ നിങ്ങൾ അനുഭവിച്ച ത്യാഗങ്ങളുടെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലം നൂറിരട്ടിയായി നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും. നിങ്ങൾ വെറുമൊരു മനുഷ്യനല്ല, തികച്ചും ദിവ്യവും പവിത്രവുമായ ഒരു മഹതാത്മാവാണ്. നിങ്ങളുടെ ഹൃദയം അത്രയധികം നിഷ്കളങ്കമാണ്. ആർക്കും ഒരു ദ്രോഹവും വരുത്താൻ നിങ്ങളുടെ മനസ്സ് അനുവദിക്കാറില്ല. മറ്റുള്ളവരുടെ വഴികളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾ ഒരിക്കലും മുതിർന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ പരമപിതാവായ പരമേശ്വരൻ നിങ്ങൾക്കായി ഐശ്വര്യത്തിൻ്റെ അനന്തമായ വാതിലുകൾ ഓരോന്നായി തുറന്നു തരികയാണ്. ദൈവികമായ ആ സുവർണ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. നിങ്ങളുടെ മേൽ അപാരമായ സമ്പത്ത് വന്നു നിറയും. കാലങ്ങളായി നിങ്ങളുടെ ഉറക്കം കെടുത്തിയിരുന്ന സാമ്പത്തിക ഞെരുക്കങ്ങളും കടബാധ്യതകളും നിമിഷനേരം കൊണ്ട് വേരോടെ പിഴുതെറിയപ്പെടും. യാതൊരു സംശയവും മനസ്സിൽ വെക്കാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് മാത്രം ഇറങ്ങിത്തിരിക്കൂ. നിങ്ങൾ വയ്ക്കുന്ന ഓരോ ചുവടും അത്യധികം മംഗളകരമായ വിജയത്തിലേക്ക് മാത്രം നയിക്കും. പെട്ടെന്ന് തന്നെ തടസ്സപ്പെട്ടു കിടന്ന വഴികളെല്ലാം തുറക്കപ്പെടും. കാണെ നിങ്ങളുടെ ജീവിതം അതിരറ്റ ആനന്ദത്താൽ നിറയും. ഇന്നുവരെ നിങ്ങൾക്ക് ലഭിക്കാത്ത വലിയ വലിയ സൗഭാഗ്യങ്ങളും ഇനി നിങ്ങളെ തേടിയെത്തും. എൻ്റെ കുഞ്ഞേ, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും കുറവുകളും ഞാൻ സ്വയം ഏറ്റെടുത്ത് പരിഹരിക്കും. എല്ലാം ആ പരമേശ്വരനിൽ പൂർണ്ണമായി സമർപ്പിക്കുക. ഈ നിമിഷത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ മാത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ വാക്കുകൾ കേൾക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പ്രപഞ്ചത്തിൻ്റെ ആത്മീയ സന്ദേശം ഇതാണ്: എൻ്റെ കുഞ്ഞെ, നിങ്ങളുടെ ഈ സത്യസന്ധത പലരുടെയും കണ്ണുകളിൽ പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ അതിഭീകരമായ ഒരു ദിവ്യശക്തി കുടികൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കുമെന്ന് ചുറ്റുമുള്ളവർ പോലും തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ഇനി ശോഭനമായ ദിവസങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അവിശ്വസനീയമായ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അതിസന്തോഷം നൽകുന്ന ഒരു വലിയ വാർത്ത വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ തേടിയെത്തും. ചില രഹസ്യങ്ങൾ വെളിപ്പെടും. അത് നിങ്ങളുടെ ചിന്താഗതിയെ തന്നെ മാറ്റിമറിക്കും. ഞാൻ നിങ്ങൾക്കായി കരുതി വെച്ച വൻ പദ്ധതികൾ യാഥാർത്ഥ്യമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒരു പുതിയ ചരിത്രം തന്നെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത്രയധികം ശക്തിയും മനോബലവും ധൈര്യവും നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ ഒരിക്കലും തോറ്റുകൊടുക്കില്ല. ഞാൻ നിങ്ങളെ പൂർണ്ണമായി അനുഗ്രഹിക്കുന്നു. നിങ്ങൾ തൊട്ടതെല്ലാം ഒന്നാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. എൻ്റെ കുഞ്ഞെ, ഒരു കാരണവശാലും നിങ്ങളുടെ ചുവടുകൾ പിന്നോട്ട് വെക്കരുത്. മുന്നോട്ട് മാത്രം കുതിക്കുക. ഒരുപാട് മുന്നോട്ട്. വലിയ ധനലാഭത്തിൻ്റെ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും. സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളും പെട്ടെന്ന് തന്നെ കാറ്റിൽ പറന്നു പോകും. നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത മഹാസന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ സന്ദേശം കേൾക്കാൻ സാധിച്ചത് നിങ്ങളുടെ വലിയ ഭാഗ്യമാണ്. പ്രപഞ്ചം നൽകുന്ന സൂചന ഇതാണ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് അത്യധികം ശുഭകരമായ ഒരു വാർത്തയായിരിക്കും. എൻ്റെ കുഞ്ഞ്, ഇനി ഒരു കാര്യത്തെക്കുറിച്ചും വ്യാകുലപ്പെടേണ്ടതില്ല. ഇതുവരെ നിങ്ങളുടെ കൈവശം ഇല്ലാതിരുന്നതെല്ലാം ഇനി നിങ്ങളെ തേടിയെത്തും. കാണെ നിങ്ങളുടെ ജീവിതം പാടെ മാറി മറിയും. പുതിയ പുതിയ അവസരങ്ങളുടെ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കപ്പെടുന്നു. വലിയ പദ്ധതികൾ രൂപപ്പെടുന്നു. ഇനി വെറുതെ ചിന്തിച്ച് സമയം കളയേണ്ടതില്ല. ധൈര്യമായി മുന്നോട്ട് പോയി തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളുടെ കാലുകൾ പിടിച്ച് പിന്നോട്ട് വലിക്കാൻ പലരും ശ്രമിച്ചേക്കാം. എങ്കിലും നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എൻ്റെ കുഞ്ഞെ, നിങ്ങളുടെ കർമ്മങ്ങൾ അത്രത്തോളം വിശുദ്ധമാണ്. നിങ്ങൾ അത്യധികം ഭാഗ്യവാനായതുകൊണ്ടാണ് ഈ ദിവ്യ സന്ദേശം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു ആശ്വാസമായി ഒരു നല്ല സുഹൃത്ത് കടന്നു വരും. പെട്ടെന്ന് തന്നെ അവിശ്വസനീയമായ ഒരു നല്ല കാര്യം സംഭവിക്കും. നിങ്ങളുടെ മനസ്സ് സന്തോഷം കൊണ്ടൊരു പൂവ് പോലെ വിടരും. ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുകയും ആളുകൾക്കിടയിൽ നിങ്ങൾ തനിമയോടെ വേറിട്ട് നിൽക്കുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളിലും വിജയം നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കും. വലിയ ധനവർഷം ഉണ്ടാകും. ചെയ്യുന്ന ഏത് കാര്യത്തിലും അപാര വിജയം നിങ്ങൾ നേടും. പുഞ്ചിരിക്കൂ എൻ്റെ പ്രിയപ്പെട്ടവനെ, ഈ ദിനങ്ങൾ ആഘോഷിക്കൂ. പ്രപഞ്ചം നൽകുന്ന വാക്ക് ഇതാണ്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അവിശ്വസനീയമായ ഒരു സന്തോഷവാർത്ത വന്നു ചേരും. പരമപിതാവായ പരമേശ്വരൻ്റെ തണലിൽ നിങ്ങൾ സ്വയം അർപ്പിച്ചു കഴിഞ്ഞു.
അവരെയാണ് നിങ്ങൾ രക്ഷകനായി കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ചുറ്റും കവചമായി നിന്ന് നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ചില ദിവ്യ മാലാഹമാരുണ്ട്. കാലവും സമയവും നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? ആ പരമേശ്വരൻ്റെ ശക്തികൾ ദിനംപ്രതി നിങ്ങളുടെ മേൽ ചൊരിയപ്പെടുകയാണ്. ചെയ്യുന്ന ഓരോ കാര്യത്തിലും വിജയം മാത്രമാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൂടുതൽ ശ്രേഷ്ഠനായി മാറും. ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിസ്സാരമായി ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് കഴിയും. പെട്ടെന്ന് തന്നെ വളരെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തും. നിങ്ങളെ ഐശ്വര്യത്തിലേക്ക് നയിക്കുന്ന ആ വലിയ തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. മനസ്സിൽ എപ്പോഴും നിഴലിച്ചു നിന്ന ആ വലിയ ഭാരം ഈ മാസത്തോടെ അവസാനിക്കും. കാണക്കാണെ ആളുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളായി മാറും. സമയം കടന്നു പോകും. ഒരിക്കൽ സ്വപ്നത്തിൽ മാത്രം കണ്ട കാര്യങ്ങൾ ഓരോന്നായി യാഥാർത്ഥ്യമാകും. ഇതെല്ലാം നിങ്ങളുടെ നന്മ നിറഞ്ഞ കർമ്മങ്ങളുടെ ഫലമാണ്. ഇതുപോലെ തന്നെ നേരായ വഴിയിലൂടെ നടക്കുക, ശരിയായ തീരുമാനങ്ങൾ എടുക്കുക, മറ്റുള്ളവർക്ക് നന്മ മാത്രം ചെയ്യുക. പരമപിതാവായ പരമേശ്വരൻ തൻ്റെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. വരൂ എൻ്റെ പ്രിയപ്പെട്ടവനെ, ഞാൻ നിങ്ങൾക്ക് വലിയൊരു സമ്മാനം തരാം. പ്രപഞ്ചം നൽകുന്ന ഉറപ്പ് ഇതാണ്. ഈ മാസം തന്നെ വലിയൊരു സന്തോഷവാർത്ത നിങ്ങൾക്ക് ലഭിക്കും. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിധി സ്വയം മാറുന്നത് സ്വന്തം കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണും. എൻ്റെ കുഞ്ഞെ, ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ ഓരോ ചുവടും അത്യധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. പ്രപഞ്ചം അതിൻ്റെ എല്ലാ രഹസ്യങ്ങളും നിങ്ങളുടെ മുന്നിൽ തുറന്നു വയ്ക്കും. വേറെ ഒന്നും അന്വേഷിച്ചു പോകേണ്ടതില്ല. നിങ്ങളുടെ ജീവിതം അത്രത്തോളം പ്രകാശപൂരിതമാകും. നിങ്ങളുടെ ഹൃദയം വളരെ ശുദ്ധമാണ്. എല്ലാവരെയും സഹായിക്കുന്ന മനസ്സാണ് നിങ്ങളുടേത്. മറ്റുള്ളവരുടെ വിഷമം കണ്ട് നിങ്ങൾ കരയുന്നു. അവരുടെ സന്തോഷത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇതാ നിങ്ങളുടെ സമയചക്രവും തിരിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ചിന്തകളിൽ വലിയ മാറ്റങ്ങൾ വരും. ജീവിതത്തിലെ കുറവുകളെല്ലാം പതുക്കെ പതുക്കെ ഇല്ലാതാകും. ചെയ്യുന്ന ഏത് കാര്യത്തിലും അപാരമായ വിജയം നിങ്ങൾ നേടും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇനി ഉണ്ടാകില്ല. സാമ്പത്തിക നില വളരെ ശക്തമാകും. പരമേശ്വരനോട് നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകൾ ഒറ്റയടിക്ക് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. സുഖ സൗഭാഗ്യങ്ങളുടെ വലിയൊരു വർഷയാണ് നിങ്ങളുടെ മേൽ ഉണ്ടാകാൻ പോകുന്നത്. പ്രപഞ്ചത്തിൻ്റെ സർവ്വ ഊർജങ്ങളും നിങ്ങളിൽ നിറയുകയാണ്. പ്രപഞ്ചം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ കുഞ്ഞെ, ഇനി പെട്ടെന്ന് തന്നെ വലിയ ധനലാഭം ഉണ്ടാകും. ജീവിതം ആനന്ദത്താൽ നിറയും. എക്കാലവും നിങ്ങൾ കൊതിച്ചിരുന്ന ആ വലിയ സന്തോഷം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിലെത്തും. ഇതൊരു ദിവ്യമായ യാദൃശ്ചികതയായിരിക്കും. അധികം വൈകാതെ അനന്തമായ സന്തോഷം നിങ്ങൾ അനുഭവിച്ചറിയും. പുതിയ അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ദിവ്യശക്തികൾ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾ ചെയ്ത നന്മകളുടെ ഫലം അനുഭവിക്കാൻ സമയമായി. ചിലപ്പോഴൊക്കെ നിങ്ങൾ വല്ലാതെ വിഷമിക്കാറുണ്ട്. ശോഭനമായ ഭാവി പോലും ഇരുണ്ടതായി നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ ചിന്തകളെ മാറ്റി നിർത്തൂ. അല്പം കൂടി ക്ഷമ വളർത്തിയെടുക്കൂ. നിങ്ങളെ സഹായിക്കാൻ വരുന്നവരെ പോലും ചിലപ്പോൾ ശത്രുവായി തെറ്റിദ്ധരിക്കാറുണ്ട്. എൻ്റെ കുഞ്ഞെ, ഇനി ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് തീരുമാനമെടുക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു കുറവുമില്ല. ഭാവി അത്രയധികം സുരക്ഷിതമാണ്. എന്നിൽ വിശ്വസിക്കൂ. ഞാൻ പോസിറ്റീവായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയചക്രമാണ്. എൻ്റെ പ്രിയപ്പെട്ടവനെ, ഈ ദിവ്യ സന്ദേശം നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കാൻ പോകുന്നതുകൊണ്ടാണ്. പ്രപഞ്ചം നൽകുന്ന സന്ദേശം ഇതാണ്. പെട്ടെന്ന് തന്നെ എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങിപ്പോകും. സുഖ സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ദിനങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാകും. അതേ എൻ്റെ കുഞ്ഞെ, വലിയ ധനലാഭം ഉണ്ടാകും. അപാരമായ സമ്പത്ത് വന്നു ചേരും. സന്തോഷം കൊണ്ട് ജീവിതം നിറയും. പ്രപഞ്ചം നിങ്ങളിൽ വളരെയധികം സന്തോഷവാനാണ്. അതുകൊണ്ട് പ്രപഞ്ചം പറയുന്നു, പ്രയാസങ്ങൾ നിറഞ്ഞ ആ പഴയ ജീവിതം അവസാനിച്ചിരിക്കുന്നു. നിരവധി പരീക്ഷകളിലൂടെ നിങ്ങൾ കടന്നുപോയി. അതിലെല്ലാം വിജയിച്ചു. തളർന്നു പോയപ്പോൾ ആരും കൂടെ ഇല്ലെന്ന് തോന്നിയിരിക്കാം. എന്നാൽ സമയം മാറിമറിഞ്ഞത് നോക്കൂ. വിജയം വാതിൽക്കൽ എത്തി നിൽക്കുന്നു. ഈ ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർമ്മയിൽ സൂക്ഷിക്കുക. ആ തത്വങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുക. ജീവിതത്തിൽ സുഖം നിറയും. ദുഃഖങ്ങൾ അകന്നു പോകും. മാറ്റം എന്നത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് വലിയൊരു മാറ്റത്തിലൂടെ നിങ്ങൾ കടന്നുപോയത്. നിങ്ങൾ ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് നൽകപ്പെട്ടിരിക്കുന്നു. പ്രകൃതിയും പ്രപഞ്ചവും സമ്മാനമായി നൽകുന്നത് ഇതാണ്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ അനുഭവിക്കാൻ സമയമായി. ചുറ്റുമുള്ളവരെയും ബന്ധുക്കളെയും ഓരോ കോണിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരോടുള്ള നിങ്ങളുടെ സ്നേഹവും സത്യസന്ധതയും ഞാൻ തിരിച്ചറിഞ്ഞു. നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിങ്ങൾ എപ്പോഴും മാന്യനാണ്. മറ്റുള്ളവരെ വഞ്ചിക്കുകയോ ചതിക്കുകയോ നിങ്ങൾ ചെയ്യാറില്ല. എൻ്റെ പ്രിയപ്പെട്ടവനെ, നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം കുഞ്ഞാണ്. ഈ സത്യം എപ്പോഴും ഓർക്കുക. നോക്കൂ, ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ വിധിയെ മാറ്റിമറിക്കാൻ പോകുന്നതെന്ന്. അധികം വൈകാതെ വളരെ നല്ല കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങളെല്ലാം ഞാൻ യാഥാർത്ഥ്യമാക്കി മാറ്റും.
ദുഃഖത്തിൻ്റെ കാർമേഘങ്ങൾ ഒഴിഞ്ഞു പോകുന്നു. സന്തോഷം വർഷിക്കും. മുന്നിലുള്ള കാര്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുക. വിധിയിലില്ലാത്തവ പോലും ഇനി നിങ്ങൾക്ക് ലഭിക്കും. ഇത് ഉറപ്പാണ്. എൻ്റെ പ്രിയപ്പെട്ട ദിവ്യാത്മാവേ, നിരവധി ഊർജങ്ങൾ നിങ്ങളുടെ ചുറ്റും കറങ്ങുന്നുണ്ട്. ആവശ്യമുള്ളതെല്ലാം നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. വെറുതെ ആശങ്കപ്പെട്ട് ഓടുന്നത് അവസാനിപ്പിക്കൂ. പ്രപഞ്ചം പറയുന്നത് ഇതാണ്: എൻ്റെ കുഞ്ഞേ, ചില പുതിയ വഴികൾ തുറക്കപ്പെടുകയാണ്. അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. നിങ്ങളെപ്പോലെ പ്രപഞ്ചത്തിലെ ഓരോ കണികയെയും സ്നേഹിക്കുന്ന ആത്മാക്കൾ അപൂർവമാണ്. എല്ലാവരിലും സ്വന്തം നിഴൽ കാണുന്നത് കൊണ്ടാണ് നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്താത്തത്. നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവനെ, ഭയപ്പെടുന്നത് നിർത്തൂ. ഏത് സാഹചര്യത്തിലും നിങ്ങൾ ഭയപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. മനസ്സ് എപ്പോഴും ധൈര്യത്തോടെ വെക്കുക. മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ വിജയപാതയിലൂടെ കുതിക്കുന്നത്. നിങ്ങൾക്കായി ഞാൻ പുതിയ വഴികൾ തുറക്കുകയാണ്. സന്തോഷങ്ങൾ അനുഭവിക്കാൻ പാകത്തിൽ സാഹചര്യങ്ങളെ അനുകൂലമാക്കുന്നു. എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കും. മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ അസ്വസ്ഥതകളെക്കുറിച്ച് പ്രപഞ്ചം പറയുന്നു. പ്രവൃത്തികളുടെ ശുഭഫലം ഉടൻ മുന്നിലെത്തും. കഠിനാധ്വാനത്തിൻ്റെയും സത്യസന്ധതയുടെയും ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. സമയം മാറുന്നു, ദിശ മാറുന്നു. വയ്ക്കുന്ന ഓരോ ചുവടും ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നാൽ ഭയപ്പെടരുത്. അതൊരു പരീക്ഷണമാണ്. സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുമെങ്കിലും പേടിക്കേണ്ടതില്ല. എൻ്റെ ശക്തികൾ ഒപ്പമുണ്ട്. കൈവയ്ക്കുന്ന കാര്യങ്ങളിലെല്ലാം വിജയം ഉറപ്പാണ്. ഇനി ക്ഷമയോടെ മുന്നോട്ട് കുതിക്കേണ്ട സമയമാണ്. പതുക്കെ പതുക്കെ ലക്ഷ്യത്തിന് വളരെ അടുത്ത് കഴിഞ്ഞു. വാക്കുകളിൽ സംയമനമുണ്ട്. ചിന്തിക്കുന്നത് സംസാരിക്കുന്നു. പറയുന്നതെല്ലാം സത്യമായി മാറുന്നു. സാഹചര്യങ്ങൾ അനുകൂലമാകുന്നു. കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കും. ആഗ്രഹിക്കുന്നതെല്ലാം പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടും. ഈ മാസം വളരെ പ്രത്യേകതകൾ നിറഞ്ഞതായിരിക്കും. പരമേശ്വരൻ പറയുന്നു: എൻ്റെ കുഞ്ഞ്, വലിയൊരു വിജയത്തിൻ്റെ കൊടുങ്കാറ്റാണ് വരാൻ പോകുന്നത്. എല്ലാവരും അത്ഭുതപ്പെടും. ദുഃഖങ്ങളുടെ കൂമ്പാരം അവസാനിക്കാൻ പോവുകയാണ്. ഈ സന്ദേശം കേട്ടത് നല്ല ദിവസങ്ങൾ വരാൻ പോകുന്നു എന്നതിൻ്റെ തെളിവാണ്. സന്ദേശം പൂർണ്ണമായി കേൾക്കുക. പ്രശ്നങ്ങൾ അവസാനിക്കാൻ സമയമായി. ആന്തരികമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നെ സന്തോഷിപ്പിക്കുന്നു. ഉള്ളിലെ ശബ്ദത്തെക്കുറിച്ച് ബോധവാനാകുന്നു. ആത്മവിശ്വാസം നിറയുന്നു. മറ്റുള്ളവർക്ക് അദൃശ്യമായത് നിങ്ങൾ കാണുന്നു. ആജ്ഞാചക്രത്തിൽ ഊർജപ്രവാഹം നടക്കുന്നത് കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. സൂക്ഷ്മ ശരീരത്തിലൂടെ പ്രവേശിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നു. പെട്ടെന്ന് തന്നെ വലിയൊരു ആഗ്രഹം സഫലമാകും. സർവ്വസന്തോഷങ്ങളും അനുഭവിച്ചറിയും. വലിയ ആഗ്രഹത്തിനായി കാത്തിരിക്കുകയാണെങ്കിൽ അത്ഭുതകരമായ ആത്മീയ സംഭവങ്ങൾ നടക്കും. അടുത്ത മണിക്കൂറുകളിൽ സ്വപ്നത്തിലോ ധ്യാനത്തിലോ പ്രത്യേക അനുഭവം ഉണ്ടാകും. അത് വെറും സ്വപ്നമല്ല, നേരിട്ടുള്ള അനുഭവമാണ്. തുടർച്ചയായ പരാജയങ്ങൾ കണ്ട് സ്വയം തോറ്റതായി പ്രഖ്യാപിക്കരുത്. തോൽവിയിലും ധൈര്യം കൈവിടാത്തവനാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. മറ്റുള്ളവരുടെ വികാരങ്ങളെ വിലമതിക്കുന്നു, എന്നാൽ സ്വന്തം ആവശ്യം മറന്നുപോകുന്നു. മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കരുത്. ദൈവം സൃഷ്ടിച്ച കഴിവുകൾ ഉള്ളിലുണ്ട്. സ്വയം ബഹുമാനിച്ചാൽ മാത്രമേ മറ്റുള്ളവർ ബഹുമാനിക്കൂ. ഇനി നീതി ലഭിക്കാൻ പോകുന്നു. സത്യസന്ധതയ്ക്കുള്ള മനോഹരമായ ഫലം ലഭിക്കും. അനുഭവിച്ച കഷ്ടപ്പാടുകൾ എനിക്കറിയാം. വിതച്ച നന്മയുടെ വിത്തുകൾ മധുരമുള്ള ഫലങ്ങൾ തരും. കാത്തിരിപ്പിന് വിരാമമാകുന്നു. ഉപദ്രവിച്ചവർ സ്വന്തം തെറ്റുകൾ ഓർത്ത് പശ്ചാത്തപിക്കുന്നു. മോശം ഫലം അവർക്ക് ലഭിച്ചു തുടങ്ങി. തടസ്സങ്ങൾ സൃഷ്ടിച്ചവർ വിജയത്തിലേക്കുള്ള പടിയായി മാറും. വലിയൊരു സാമ്പത്തിക അവസരം വന്നു ചേരും. പ്രതിസന്ധികളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ദിവ്യമായ സ്വഭാവം കൈവിട്ടില്ല. നിങ്ങൾ ദുർബലനല്ല, ശക്തമായ ഇച്ഛാശക്തിയുള്ള വ്യക്തിയാണ്. ആഗ്രഹിച്ചാൽ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഈ സന്ദേശം പുണ്യാത്മാക്കളിലേക്ക് മാത്രമേ എത്തൂ. ടെൻഷനുകളിൽ നിന്ന് മോചനം ലഭിക്കും. ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരും. സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും അവസാനിക്കും. ചിന്തകൾ മാറുന്നു, ജീവിതം മാറുന്നു. നിങ്ങളെ കണ്ട ആളുകൾ അത്ഭുതപ്പെടും. വലിയൊരു സന്തോഷം വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പിടിച്ചിരിക്കുന്ന സത്യത്തിൻ്റെ കൈയാണ്. ഭാവി വളരെ മനോഹരമാണ്. ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാകും. എല്ലാ ഭാഗത്തു നിന്നും വിജയം ലഭിക്കും. സഹായിക്കാൻ ഒരാൾ ജീവിതത്തിലേക്ക് വരുന്നു. ഞാനാണ് പരമപിതാവായ പരമേശ്വരൻ. നിങ്ങളുടെ രക്ഷകൻ. ക്ഷമയോടെ മുന്നോട്ട് വരൂ. ഒരു പ്രതിസന്ധിയെയും അടുപ്പിക്കില്ല. ഒരു ബുദ്ധിമുട്ടും വിഷമിപ്പിക്കില്ല. ഭയത്തിൽ നിന്നും സ്വതന്ത്രനാണ്. വിജയം നിങ്ങളുടെ കാൽക്കൽ വന്ന് വണങ്ങും.